നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടർന്ന് മന്ത്രിമാരടക്കമുള്ള പ്രമുഖ സ്ഥാനാർത്ഥികൾ. സമയപരിധി തിങ്കളാഴ്ച വരെ. സുധീർ കരമനയെ തിരുവനന്തപുരത്തെ ഇടത് സോദരനായി പ്രഖ്യാപിച്ചു. ഒറ്റപ്പാലത്ത് PK ശശിക്ക് കൈപ്പത്തി ചിഹ്നമില്ല. മത്സരിക്കുക UDF പിന്തുണയോടെ പൊതു സ്വതന്ത്രനായി. താനൂരും വള്ളിക്കുന്നും LDF സ്ഥാനാർത്ഥികളെ കണ്ടെത്താനായില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഭൂരിഭാഗവും KC വേണുഗോപാൽ പക്ഷം കൈയടക്കിയതോടെ കടുത്ത അതിർത്തിയിൽ എതിർചേരികൾ. ഭരണം കിട്ടുകയാണെങ്കിൽ MLA-മാരിലൂടെ കരുനീക്കത്തിന് തയ്യാറെടുത്ത നേതാക്കൾ. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാലും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് അധികാര തർക്കവും ചേരിപ്പോരുമെന്ന് വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടാക്കിയ അനാവശ്യ വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും കടുത്ത അതൃപ്തി അറിയിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം. അവസരം കളയരുത് എന്നും ടീം ചേർന്ന് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം. നിർണായക നീക്കം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കൂടുതൽ ദേശീയ നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ പ്രചരണത്തിന് എത്തുന്നതിന് മുൻപേ. തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്കതിൽ ഉത്തരവാദിത്തം ഉണ്ടാകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. മുൻകാല അനുഭവമാണ് തന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്നും അടൂർ പ്രകാശ്. വെളിപ്പെടുത്തൽ അമൃത TVയുടെ നോട്ട് ദി പോയിന്റ്. K സുധാകരനെ പുകഴ്ത്തിയും G സുധാകരനെ വിമർശിച്ചും സജി ചെറിയാൻ. K സുധാകരന് സീറ്റ് കിട്ടിയില്ല, പക്ഷേ അദ്ദേഹം പാർട്ടിയെ ചതിച്ചില്ല. G സുധാകരൻ കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയെന്നും സജി ചെറിയാൻ. ചങ്കിൽ കുത്തിയവരെ കൂട്ടുപിടിച്ച് ജയിക്കാമെന്ന് കോൺഗ്രസ് കരുതേണ്ട എന്നും മുന്നറിയിപ്പ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനങ്ങൾ പറയുന്നു ആരോഗ്യ കേരളം മോർച്ചറിയിലാണെന്ന്. സർക്കാർ എല്ലാ രംഗത്തും പരാജയം. മുഖ്യമന്ത്രി PR പ്രവർത്തനം കൊണ്ട് മേനി നടിക്കുന്നുവെന്നും VD സതീശൻ. ഊർജ്ജ സ്രോതസ്സുകൾക്ക് നേരെയുള്ള അക്രമങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. വിവിധ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആശയവിനിമയം നടത്തി. ഇന്ത്യയുടെ 2 LPG ടാങ്കർ കപ്പലുകൾ കൂടി ഹോർമുസ് കടന്നെത്തുമെന്നും റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇന്ത്യൻ പതാക വഹിക്കുന്ന 22 കപ്പലുകൾ. ഇറാനിൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചുവെന്നും യുദ്ധം അവസാനിപ്പിക്കുന്നത് ആലോചനയിലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാറിലേക്കില്ല എന്നും ട്രംപ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ സംരക്ഷണ ചുമതല മറ്റു രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നും ട്രംപിന്റെ നിർദ്ദേശം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US UK സൈനിക താവളമായ ഡീഗോ ഗാർഷിയയിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. സംഘർഷം ആരംഭിച്ച ശേഷം പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് ഇറാൻ ആക്രമിക്കുന്നത് ഇതാദ്യം. ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യത്തിന് പശ്ചിമേഷ്യയിലെ ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകി UK. കോഴിക്കോട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. രോഗം കണ്ടെത്തിയ സ്ഥലത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ വളർത്തുപക്ഷികളെ കൊന്നെടുക്കുന്ന കള്ളിംഗ് നടപടികൾ തുടരുന്നു. പ്രഭവ കേന്ദ്രങ്ങൾക്ക് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളുടെ ഉപയോഗവും വിപണനവും നിരോധിച്ചു. കൊച്ചിയിൽ നടിക്ക് നേരെ ലൈംഗിക അതിക്രമം. IT ജീവനക്കാരൻ അറസ്റ്റിൽ. പിടിയിലായത് കത്രിക്കടവ് സ്വദേശി വിപിൻ റോയ്. സംഭവം വ്യാഴാഴ്ച വൈകിട്ട് കലൂർ സ്റ്റേഡിയം പരിസരത്ത് വെച്ച്. നടക്കാനിറങ്ങിയ നടിയെ ഇയാൾ കടന്നു പിടിക്കുകയായിരുന്നുവെന്ന് പോലീസ്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.